ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മലബാറിലെ ദേശീയ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ്. മാപ്പിള കലാപം, മലബാർ കലാപം തുടങ്ങിയവയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ: കേരളത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ വളരെ ശക്തമായിരുന്നത്? കേരളത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ വളരെ ശക്തമായിരുന്നത് മലബാർ. 1836 53 ഇടയിൽ 1853 ഇടയ്ക്ക് മലബാറിൽ അരങ്ങേറിയ കലാപങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത്. 1836 1853 ഇടയ്ക്ക് മലബാറിൽ അരങ്ങേറിയ കലാപങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് മാപ്പിളക്കലാപങ്ങൾ. 1836 1853 ഇടയ്ക്ക് മലബാറിൽ അരങ്ങേറിയ കലാപങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് മാപ്പിള കലാപങ്ങൾ എന്നാണ്. 1836 to 1853 കാലത്തെ മാപ്പിള ലഹളകളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ചത്. 1836 to 1853 കാലത്തെ മാപ്പിള ലഹളകളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ചതാരെ? ടി.എൽ. സ്ട്രേഞ്ച് കമ്മീഷൻ. ടി.എൽ. സ്ട്രേഞ്ച് കമ്മീഷൻ. 19-ാം നൂറ്റാണ്ടിൽ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ചെറുകിട വ്യാപാരികളുടെയും നേതൃത്വത്തിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളെ ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചത്. 19-ാം നൂറ്റാണ്ടിൽ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ചെറുകിട വ്യാപാരികളുടെയും നേതൃത്വത്തിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചത് മാപ്പിളക്കലാപങ്ങൾ. മാപ്പിളക്കലാപങ്ങൾ. അസംതൃപ്തിയും ചൂഷണവും അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിയ കാലഘട്ടമേത്? അസംതൃപ്തിയും ചൂഷണവും അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിയ കാലഘട്ടം 1836 മുതൽ 1853 വരെ. മാപ്പിള കലാപങ്ങളുടെ കാലത്ത് 1855 കലാപകാരികൾ വധിച്ച മലബാറിലെ ജില്ലാ മജിസ്ട്രേറ്റ്. മാപ്പിള കലാപങ്ങളുടെ കാലത്ത് 1855 കലാപകാരികൾ വധിച്ച മലബാറിലെ ജില്ലാ മജിസ്ട്രേറ്റ് എച്ച്.വി. കനോലി. എച്ച്.വി. കനോലി. മാപ്പിള കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മലപ്പുറം സ്പെഷ്യൽ പോലീസിന് രൂപം കൊടുത്തത് എന്ന്? മലബാർ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മലപ്പുറം സ്പെഷ്യൽ പോലീസിന് രൂപം കൊടുത്തത് എന്ന്? 1884. മാപ്പിള കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മലപ്പുറം സ്പെഷ്യൽ പോലീസിന് രൂപം കൊടുത്തത് 1884. മാപ്പിള കലാപങ്ങളുടെ പശ്ചാത്തലത്തിൽ മലബാറിലെ ഭൂവുടമ സമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കാനും കുടിയാന്മാരുടെ അവകാശങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും നിയമിക്കപ്പെട്ട സ്പെഷ്യൽ കമ്മീഷണർ ആര്? മാപ്പിള കലാപങ്ങളുടെ പശ്ചാത്തലത്തിൽ മലബാറിലെ ഭൂവുടമ സമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കാനും കുടിയാന്മാരുടെ അവകാശങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും നിയമിക്കപ്പെട്ട സ്പെഷ്യൽ കമ്മീഷണർ ആര്? വില്യം ലോഗൻ. വില്യം ലോഗൻ. മലബാർ കുടിയായ്മ നിയമങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? മലബാർ കുടിയായ്മ നിയമങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ലോഗൻ. മലബാർ കുടിയായ്മ നിയമങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ലോഗൻ. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത്? മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗൻ. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗൻ. താഴെ തന്നിരിക്കുന്നതിൽ വില്യം ലോഗൻ്റെ മലബാർ മാനുവലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായതേത്? താഴെ തന്നിരിക്കുന്നതിൽ വില്യം ലോഗൻ്റെ മലബാർ മാനുവലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്: 1. ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത് 1887 2. ഇതിൽ 4 അധ്യായങ്ങളാണുള്ളത്. 3. മലബാറിലെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, ജന്തുസസ്യജാലങ്ങൾ എന്നിവയെ പ്രതിപാദിക്കപ്പെടുന്നു. മലബാറിലെ ജനങ്ങൾ, ഭാഷ, സംസ്കാരം, ചരിത്രം, ഭൂനികുതി, മാപ്പിള കലാപം എന്നിവ പ്രതിപാദിക്കപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരി. ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത് 1887 ഇതിൽ 4 അധ്യായങ്ങളാണുള്ളത്. മലബാറിലെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ,
ജന്തുസസ്യജാലങ്ങൾ എന്നിവ പ്രതിപാദിക്കപ്പെടുന്നു. അതുപോലെ മലബാറിലെ ജനങ്ങൾ, ഭാഷ, സംസ്കൃതം, ചരിത്രം, ഭൂനികുതി, മാപ്പിളക്കലാപം എന്നിവ പ്രതിപാദിക്കപ്പെടുന്നു. ഇവ വില്യം ലോഗൻ്റെ മലബാർ മാൻഡേനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായവ. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായിരുന്നത് മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായിരുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായിരുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നത് മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നത് കാട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നത് കാട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. 1921 മലബാർ കലാപത്തിനുള്ള പെട്ടെന്നുള്ള കാരണമായത് 1921 മലബാർ കലാപത്തിൻ്റെ പെട്ടെന്നുള്ള കാരണമായത് ആൻസർ ഓപ്ഷൻ ഡി. പൂക്കോട്ടൂർ എന്ന സ്ഥലത്തെ ഖിലാഫത്ത് സെക്രട്ടറിയെ മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. പൂക്കോട്ടൂർ എന്ന സ്ഥലത്തെ ഖിലാഫത്ത് സെക്രട്ടറിയെ മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. 1921 മലബാർ കലാപത്തിനുള്ള പെട്ടെന്നുള്ള കാരണം. മലബാർ കലാപത്തിൻ്റെ പ്രധാന സംഭവമായ പൂക്കോട്ടൂർ യുദ്ധം നടന്നതെന്ന്. മലബാർ കലാപത്തിൻ്റെ പ്രധാന സംഭവമായ പൂക്കോട്ടൂർ യുദ്ധം നടന്നത് 1921 ആഗസ്റ്റ് 26. മലബാർ കലാപത്തിൻ്റെ പ്രധാന സംഭവമായ പൂക്കോട്ടൂർ യുദ്ധം നടന്നത് 1921 ആഗസ്റ്റ് 26. താഴെ തന്നിരിക്കുന്നതിൽ മലബാർ കലാപത്തെ തുടർന്ന് കലാപകാരികൾ രൂപീകരിച്ച ഖിലാഫത്ത് ഗവൺമെൻറ്റിൻ്റെ തലവനായിരുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ മലബാർ കലാപത്തെ തുടർന്ന് കലാപകാരികൾ രൂപീകരിച്ച ഖിലാഫത്ത് ഗവൺമെൻറ്റിൻ്റെ തലവനായിരുന്നത് അലി മുസലിയാർ. 1921 മലബാർ കലാപത്തിൽ പോലീസിനെതിരെ ശക്തമായ പോരാടിയ വനിതയാണ് 1921 മലബാർ കലാപത്തിൽ പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിതയാണ് കമ്മത്ത് ചിന്നമ്മ. ഹിസ്റ്ററി ഓഫ് മലബാർ റെബല്ലിയൻ ഇൻ 1921 എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ഹിസ്റ്ററി ഓഫ് മലബാർ റെബല്ലിയൻ ഇൻ 1921 എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാര്? R.H. ഹിച്ച്കോക്ക്. മലബാർ കലാപത്തെ ആസ്പദമാക്കി മലബാർ കലാപം എന്ന കൃതി രചിച്ചതാര്? മലബാർ കലാപത്തെ ആസ്പദമാക്കി മലബാർ കലാപം എന്ന കൃതി രചിച്ചത് കെ മാധവൻ നായർ. മലബാർ കലാപം എന്ന കൃതി രചിച്ചത് കെ മാധവൻ നായർ. മലബാർ കലാപത്തെ ആസ്പദമാക്കി ദുരവസ്ഥ എന്ന കാവ്യം രചിച്ചത്. മലബാർ കലാപത്തെ ആസ്പദമാക്കി ദുരവസ്ഥ എന്ന കാവ്യം രചിച്ചത് കുമാരനാശാൻ.